ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, നാം ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊളാബറേഷന്റെ ഭാഗമായിട്ടാണ്. ഇതിലല്ല, അതില്. അപ്പൊ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി ഫലൂദാനേഷനിലാണ്. അവിടെ ഒരു ചെറിയൊരു കൊളാബറേഷനും വീഡിയോ. വീഡിയോന്റെ ആ തുടക്കമാണ് ഇവിടെ കാണുന്നത്. ക്ലൈമാക്സ്. അയ്യോ സോറി ഗൈസ്, ക്ലൈമാക്സ് അത് പറയാൻ പാടില്ല. കുഴപ്പമില്ല ഗൈസ്. നടി, ഡയറക്ടർ പോകുന്നുണ്ട്, ആക്ടർ സുഗൈൽ എന്തിനും റെഡിയായി നിൽക്കണ്. സുഹേൽ അവറുകൾ, ശ്രീമതി കമല അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ സഹലുണ്ടാകത്ത്. അപ്പൊ ഗൈസ്, നമ്മ ഇന്നത്തെ നോമ്പുറപ്പ് ഇവിടെയാണ് കൂടാൻ പോണത്. പിന്നെ ഇപ്പൊ നമ്മ എത്രാമത്തേന്ന് 6 നോമ്പില് 7-ാമത്തെ നോമ്പിൽ ഏഴാമത്തെ. അപ്പൊ ഗൈസ്, 7-ാമത്തെ നോമ്പില് 3 നോമ്പറ നമ്മ പുറത്തുനിന്നാണ്. അപ്പൊ വീട്ടിൽ നല്ല ചീത്തയൊക്കെ ഉണ്ട്. പിന്നെ കടിയൊക്കെ മേടിച്ചു വെച്ചിട്ട് ആയിരിക്കാന്ന് വയ്ക്കണം. പിന്നെ എന്ത് ചെയ്യാൻ, വർക്കായി പോയില്ലേ. അഭിനയം തുടങ്ങി അവള് വേണ്ട, ഇവിടെ നിന്ന് തന്നെ അഭിനയിച്ചു തുടങ്ങി. ഉദയനകത്ത് നിന്നിട്ട് ചെക്കന്റെ സാധനം വരുന്നുണ്ട്. നമ്മുടെ എഡിറ്റർ BTS വീഡിയോ എടുക്കണേണ്. എന്തിനും ഏതിനും നമുക്ക് ആൾക്കാരാണ്. ചിരി ഗൈസ്. മനസ്സിലാവൂല. കമല എന്താണ് ഇവിടെ പരിപാടി? ഷൂട്ട്. എന്ത് ഷൂട്ട്? എന്തിന്റെ ഷൂട്ടാണ്? മറ്റേത് ബ്രോ, താങ്കൾ അഭിനയിച്ചിട്ട് അതെന്താന്നുള്ള അറിയില്ല. ക്രിഞ്ച് പാട്ടിന്റെ സെക്കൻഡ് പാർട്ട്. എന്താണ്, നോമ്പാണോ? നോമ്പില്ലേ? കാലത്തൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ചട്ടി നോമ്പാണ്. കുഴപ്പമില്ല അല്ലേ? നോമ്പാണ്. അസ്തഗ്ഫിറുല്ലാ. നമുക്കിനി അകത്തേക്ക് കേറാം. ബാക്കി വിശേഷങ്ങളൊക്കെ അകത്ത്. ചെറിയ പാട്ടുണ്ട് കേട്ടോ. കോപ്പി റൈറ്റ് സീനുണ്ടാവും. സൗണ്ട് കുറച്ചാലും മതി. അപ്പൊ ഗൈസ്, നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ ഓഫ് ചെയ്ത്. കമോൺ സൽമാൻ. നമ്മുടെ അതെ ഫലൂദാനേഷന്റെ പരിപാടിയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ചില്ലി കൂടെ നോക്കി എനിക്ക് പൂക്കി സാധനം തന്നെ ഉണ്ട്. ചാപ്രിയാണ് എൻ്റെ അതെ. അപ്പൊ ഗൈസ്, എൻ്റെ ഇപ്പം പനമ്പള്ളി പഠിച്ചതിൻ്റെ ഒരു കൂട്ടുകാരല്ല, സഹോദരൻ എന്ന് തന്നെ പറയാ. ചെക്കനെ അമ്പാടിനെ വിളിക്കൂ. അപ്പൊ നമ്മുടെ അമ്പാടി ചെക്കനൊരു ഇൻട്രോട്ടാണ്. ഉറങ്ങാ വേണ്ട. അപ്പൊ ഗൈസ്, ചെക്കൻ ഉറങ്ങണേണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ചോദിച്ച നമ്മുടെ കൂട്ടുകാരൻ ഇതാ എത്തിയിരിക്കുന്നു. അമ്പാടി ഉറങ്ങണേവാ. തലവേനെടുത്ത് കിടക്കണ പിന്നെയും നമ്മൾ വന്നേക്കണ എന്താ ചെക്കൻ കിടക്കാൻ പോണാ. ഞാൻ വിളിച്ചിട്ട് വന്നേണോ ഇപ്പൊ നീ? കിടന്നോന്നാ. അപ്പൊ ഗൈസ്, ഇന്നാണ് പ്രേക്ഷകർ ഒറ്റതങ്കം കാത്തിരുന്ന ക്രിഞ്ച് പാട്ടിന്റെ സെക്കൻഡ് പാർട്ട്. അപ്പൊ അതില് കുറെ ക്യാമിയോ റോൾസ് വരുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണ് അറിയിക്കാൻ വേണ്ടിയ എനിക്കൊന്ന് വ്ലോഗ് അപ്ലോഡ് ചെയ്യണത് ക്രിഞ്ച് പാട്ടൊക്കെ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യുന്നുണ്ടോ? അപ്പൊ പ്രേക്ഷകർ ഒത്തടങ്കം കാത്തിരുന്ന നമ്മുടെ ക്രിഞ്ച് പാട്ടിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണ. അപ്പൊ ജാൻസി ഓരോന്നും തെറ്റിച്ച് ഷൂട്ട് എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വ്ലോഗ് ഇന്ന് ചിക്കൂനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കാനുള്ള കടികൾ, അതും ഒരു കൊളാബറേഷനാണ്. പാത്രത്തിലെ കളിയാണ്. സൽമാൻ നോമ്പ് തളർച്ച ക്ലാസ് എക്സാം ആയിരുന്നു. പരീക്ഷ ഈ അവര് തമ്മിലൊരു ഇതിലെത്തിയിട്ടില്ല. സഹലിന്റെ തീരുമാനം അന്തിമമായിരിക്കും. അതായത്
ഫുട്ബോൾ കളിയിലെ റെഫറിയാണ് നമ്മുടെ ഇടയിലെ സഹൽ. സഹൽ എന്ത് പറയുന്നു അതാണ് ആക്ടിങ്ങിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് അതിനിടയിൽ കൂടെ വേറെ വീഡിയോ നോക്കാം ഗൈസ്, നമുക്കത് നോക്കാം. അപ്പൊ സമയം 6:15 ഗൈസ്. നോമ്പുറക്കാൻ ഇനിയും 10-16 മിനിറ്റ്, 16 10-20 മിനിറ്റ് ഉണ്ടാവുമല്ലോ. 37 ധനേശന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഞങ്ങളുടെ കൊടം കുലുക്കി മെയിൻ ഗൈസ്. കൊടം കളിക്കാണ്. നമ്മളത് ഒരു റീലിട്ടിട്ട് അത് കൊടം കുലുക്കിന്നാക്കി. ഇപ്പൊ കൊടം കമത്തിന്നായി അതാണ് പറഞ്ഞത്, മാറിപ്പോയി ഗൈസ്. അപ്പൊ ദാ ചിക്കു രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അഭിനയിക്കാൻ. സിനിമയില് സിനിമ പോലെയാണ് ചിക്കു പറയണത്. ഇവിടുതാ ഷൂട്ട് നോക്കണാണ്. എന്താണ് കാണിച്ചത് ചിക്കു? ബാക്കപ്പ്. ഇപ്പൊ നോമ്പ് പറഞ്ഞിട്ട് ബാക്കി എടുക്കാം ഗൈസ്. അപ്പൊ നോമ്പ് പറഞ്ഞിട്ട് ബാക്ക് ടു ഷൂട്ടാണ്. ചിക്കു സോയില് കാലിത് ഇവിടെ BTS എടുക്കുന്ന തിരക്കിലാണ്. അമ്മക്കൂടെ കട്ട് എത്തിയിട്ടുണ്ട്. ആക്ഷൻ പറഞ്ഞുണ്ട് നാഗൻ. തിന്നും കൊണ്ട് അഭിനയിക്കാണ് ഞാൻ ചെയ്യണ. സഹല് ഡയറക്ഷനിലാണ് അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡാൻസ് ആണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇതാ തിന്ന് തീർത്തോണ്ടിരിക്കണ പറഞ്ഞിട്ട് ഭയങ്കര എന്താണ് ആയിട്ടാണ് അഭിനയിക്കണത്. ഭയങ്കര കട്ട് നമ്മള് ചെയ്യണില്ല ഇവൻ. നമ്മുടെ കൊറ്റ സീല് കഴിഞ്ഞ സുഹേലിനെ അവിടെ കുറ്റം പറയാൻ ആൾക്കാര്. പക്ഷെ നമുക്കറിയാം ആരാ എത്തിക്കണന്നൊക്കെ. ബാക്ക് ടു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കൈ വെക്കാൻ പറഞ്ഞിട്ട് വെക്കാതെ. ടേക്ക് നമ്പർ 5 സീൻ നമ്പർ 8 ടേക്ക് നമ്പർ 5. കാലിത് ഏത് റെഡി ആക്കോ? ചിക്കു ശരിയാക്കുന്ന പറഞ്ഞത്. വീണ്ടും സാഹലി ക്യാമറ ഡയറക്ഷൻ ആക്ടർ. സ്റ്റാർട്ട് പറയാണ്ട് നീങ്ങിപ്പോയി. സ്റ്റാർട്ട് പിന്നെ തെറ്റി. കണ്ണട മാറ്റിയാണ് ഇനി റെഡി ആവുന്ന പറഞ്ഞത്. കണ്ണട മാറ്റി നോക്കാം നമുക്ക് റെഡി ആവില്ലെന്ന് കൈ നോക്കിയ. എന്തൊക്കെയോ പറയാൻ വിളിക്കാണ്ട്. ക്ഷമിക്കണം, സുഹൈലല്ല തെറ്റിക്കണത്, ചിക്കുവാണ്. ഇത്ര തെറ്റിച്ചെടുത്താ എന്നിട്ട് സുഹൈല വരാ പറഞ്ഞ. എന്തിനു സുഹൈലിനെ പറ? കൊഴപ്പില്ല, സുഹൈൽ നേരത്തെ തന്നെ ഇറച്ചി തിന്നു. സുഹൈൽ എന്റെ ഇറച്ചി തിന്നു. അപ്പൊ സുഹൈൽ കൊടുത്താണ്. പക്ഷെ ചിക്കുവാണ് ചിക്കുവാന്റെ തെറ്റിച്ചാണ് ഇപ്പോൾ പറയണത്. അവിടെ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഒരെണ്ണം ഫുള്ള് ഒറ്റക്ക് തീർത്തിട്ടുണ്ട്. ഷൂട്ടിന് വെച്ച സാധനമാണ് വേണ്ട. ഒരെണ്ണം ഫുള്ള് തീർത്തിട്ടുണ്ട്. നമുക്ക് നോമ്പായി പോയി. അതെ, ആ നോമ്പ് മുതലെടുത്ത് ഇതിനു വേണ്ടി ഞാൻ നോമ്പ് വിട്ടതാണ്. നമുക്ക് വേണ്ടി ഇതാക്കിയില്ല. നാളെ ഫുള്ള് നോമ്പ് പിടിക്കും. നാളെ ഫുള്ള് പിടിക്കുമെന്ന്. നാളെ ഡേയ്സ് ഫുള്ള് ഇൻഷാ അല്ലാ. ആ ടേക്ക് പിന്നെ പോവാണ്. അല്ല, അടുത്ത ഷോട്ടല്ലേ, സോറി, അത് റെഡിയായി. അടുത്ത ഷോട്ടിലേക്ക് പോവാണ്. കണ്ണാടുണ്ടായില്ല നേരത്തെ.
ഫസ്റ്റ് അത് ഓർപ്പിച്ച് കുഴപ്പമില്ല. അബ്സല്യൂട്ട് അയ്യപ്പ. ന്യൂട്രൽ ഓരോന്നും അടിച്ചിട്ടില്ലേ? അതെ. ഇന്നെയാണ് സീൻ. ഇന്നെയാണ് റൊമാൻസിലേക്ക് പോണത്. ചിക്കു റൊമാൻസ് വർക്കൗട്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കടയിൽ പോയ സീൻ പോലെ അല്ലേ ഇത്? മൊത്തം ക്രിഞ്ചാണല്ലോ. ഐ വൈ 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 വൈ. ഈ സുദിനത്തിൽ 2 വാക്കുകൾ. നമുക്കിവിടെ ആക്ട് ചെയ്ത് ഒരേ സംഭവം 100 വട്ടം ചെയ്യണം. അതിന്റെ കുറ്റം മൊത്തം നമുക്ക്. ചിക്കുവൊക്കെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി നീ കണ്ടില്ലേ 10 ഡേക്ക്. നമ്മളിവിടെ ഓരോ ഡേക്കിലെല്ലാം ക്ലിയർ ആക്കണേ. ബാക്ക് ടു ഷൂട്ട്. സുഹൈലിന്റെ റോളിലേക്ക് എത്തി. അടച്ചോ. ഇന്നുള്ളത് കുറച്ച് ഡിലേ ആക്കിയാൽ മതി. അത് ഷൂട്ടാനുള്ളതാക്കിയാണ്. ഓക്കെ, നമുക്കപ്പൊ ഷൂട്ട് ചെയ്യേണ്ട കഴിക്കാളും ഓരോന്നോരോന്ന് വരുന്നുണ്ട്. ഇതെന്താ സാധനം എനിക്ക് പേരറിയില്ല. ഞാൻ എല്ലാം ഓർഡർ ചെയ്താ. കുതിരേ ഞാൻ അവിടെ കുതിരാക്കി. വ്ളോഗ് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളിപ്പില്ലേ? നമ്മളെ കളിയാക്കാൻ അവസരം കിട്ടിയപ്പോ 1 വ്ളോഗിങ്. നമ്മുടെ തൊണ്ട നനഞ്ഞെങ്കിൽ വരുമെന്ന് ചോദിച്ചാണ് നമ്മുടെ ഇപ്പൊ വിഷമിച്ചിരിക്കാൻ പറഞ്ഞിട്ട് പേര് വിഷമിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞ ഇപ്പൊ വിഷമമുണ്ട്. വിഷമം വാട്ട് ആൻ എക്സ്പ്രഷൻ. ഇവിടുത്തെ തിരാമിസു 1 പുളി ഐറ്റം. എല്ലാരും പറഞ്ഞ സ്ഥലം എങ്ങനെയുണ്ട്? പ്ലേസ് എങ്ങനെയുണ്ട്? പൈസ കിട്ടിയത് ഇപ്പൊ കറക്റ്റ് കിട്ടി. അവിടെ റൊമാൻസ് എങ്ങനെ വന്നെന്ന് സൂര്യ പറഞ്ഞേക്കാണ്. ചിക്കു പക്ഷേ ഇത്ര ആറ്റിറ്റ്യൂഡാ നിക്കണത്. ചിക്കുവിന് നാണം തന്നെ തോന്നുന്നുണ്ട്. റൊമാൻസ് രണ്ട് നാണം തന്നെ എനിക്ക്. അപ്പൊ നമ്മുടെ ചിക്കുവിന്റെ സ്വന്തം കൂട്ടുകാരൻ നമുക്ക് പരിചയപ്പെടാം. ഇവരുടെ പേരെന്ന് പറയൂ. നമ്മുടെ ടീമിനെ കുറിച്ച് എന്താ പറയാ? ഇവിടുത്തെ തിരാമിസ് സൂപ്പറാണ്. ഇവിടെ പിന്നെ കുനാഫസന്റ് പിന്നെ ടെൻഡർ കോക്കന്റ് എല്ലാരും വന്ന് മസ്റ്റാലും ട്രൈ ചെയ്യാം. സഹലം നടക്ക് പൊട്ടിക്കണ്ട്. നഷ്ടപരിഹാരം കൂടെ കൊണ്ടുവിട്ടാ തിരാമിസ് കിട്ടാം. നമുക്ക് ചെറിയ സ്പൂൺ വയ്ക്കാം. പല വിളി വന്നു. എന്റെ വാ സുഹൈൽ എക്സ്പ്രഷൻ കാണാൻ പോണാണ്. പെണ്ണിട്ട് ഞങ്ങളെ ചിക്കുനാണ്. റൊമാൻറ്റിക്കാണ്. സ്റ്റാർട്ട് പറയുന്നു ജാൻസി.
നേരത്തെ ഒറ്റ ഷോട്ട് ആദ്യം മണ്ണിലെടുക്കാം പിന്നെ അവന്റെ എക്സ്പ്രഷൻ ബോക്സിലെടുത്താൽ സൊയില് നിരാശ കാമുകൻ അടുത്തിക്കണ്ട്. ഇവിടെ ചിക്കു സഹല ഡയറക്ഷനിലാണ്. സഹല് ഡയറക്ഷനില് തിരക്കിലാണ്. സഹലെ വന്നേ ബാക്കി പറഞ്ഞേ. ബാക്കി പറയാ അത് മതിയോ? അതാണ്ട് ക്ലോസ് എടുത്താൽ ഒന്നുകൂടി വായി വെച്ചോടുത്ത് അത് ചിക്കുവിന്റെ റൊമാൻസ് എങ്ങനെ? ഇനി പെണ്ണിട്ടാത്ത സോയിന്റെ എക്സ്പ്രഷൻ സുഹൈൽ എക്സ്പ്രഷൻ വായും പൊടിച്ചിക്കനാണ്. ഇപ്പൊ എല്ലാവരും തിന്നാണ്ട് വായും പൊടിച്ചിക്കണ്. ഷൈയായി പോയി സോഷ്യൽ ആൻസൈറ്റി അടിച്ചിട്ടാ. എടാ നോക്കട്ടാ കപ്പിൾസ് പോലും ചിക്കുവിന്റെ റൊമാൻസ് ഗോൾസ് അല്ലേ? ചിക്കുവിന്റെ റൊമാൻസ് കണ്ടോട്ടെ. സൂം ചെയ് ചിക്കുവിന്റെ റൊമാൻസ് നോക്കണ്ട. ചാൻസി ഒക്കെ പിന്നെ റൊമാൻസ് കിങ് ആണ്. റൊമാൻസ് കിങ് ആരാ? അവിടെ കൊല്ല കൊമ്പൻ കൊമ്പനാണ്. കൊമ്പന് പക്ഷേ റൊമാൻസ് എനിക്കല്ല. അപ്പൊ ഷൂട്ടൊക്കെ അങ്കമ്പേട്ടിലേക്ക് ഇറങ്ങാണ്ട് ഒറ്റ 2 ക്ലാസ് തീർന്നു. അതത് തീർന്നോണ്ടിരിക്കുന്നു. മൂന്നാമത്തെ പറഞ്ഞ നീക്കടന്ന് പറഞ്ഞ നെയ്ക്കട ഞാൻ കേട്ടത്. നീ എന്താ ഞാൻ നെക്കിക്കോട്ടെ നെയ്ക്കടാ റൊമാൻസ് പോരാ. ഓപ്പോസിറ്റ് ആളായിട്ട് റൊമാൻസ് സിംഗ് വന്നില്ല. അത് ആളുടെ ഒരു കുറവാണോ എന്റെ ഒരു കൂടുതലാണോന്ന് എനിക്കറിയില്ല. നീ ഒരു മണ്ണായതുകൊണ്ടാണ് നിനക്കത് കിട്ടാതെ. മനസ്സിലായില്ലേ? മൂന്നാൾക്ക് ഒരു മണ്ണനെ തിരിച്ചറിയാനുള്ള കഴിവ് പഠിച്ചോ കൊടുത്തോണ്ട്. അപ്പൊ സമ്മതിച്ച് നീ മൊണ്ണയാണ്. ഞാൻ നീ മനസ്സിലായി വണ്ടി മന്ത്രാലയം തള്ളമാര് നോക്കുമ്പോ ടെൻഡർ കോക്കനറ്റില് മേളില് എന്ത് ചീവിട്ട് തേങ്ങ ചീവിട്ടേക്കണ ഒരു ഫലൂട. സാലേ എന്നാ ഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞ് 3 ക്ലാസ് പെട്ടെന്ന് തീർന്നോണ്ട് ഇനി 4ാമത്തെ ക്ലാസ്സിലേക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. വേണ്ട സത്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ ഇതൊരു പ്രാർത്ഥിച്ച് കിട്ടിയ പ്രമോഷൻ ഷൂട്ടാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും വണ്ടിയുടെ മുകളിലിരുന്ന് വീണാട്ടിക്കണം മാത്രമേ ഉള്ളൂ ഇല്ലേ? അപ്പൊ അപ്പൊ ഞാൻ സുഹേലിന്റെ അടുത്ത് എപ്പോഴും പറയും ഇങ്ങനെ ഫുഡിന്റെ വ്ളോഗില് കൊണ്ടാ നീ പറയണ. ഞാൻ അവിടുന്ന് കേട്ടിട്ട് ഫെബ്രുവരി 30 ആകെ 28 മാസം ഉള്ളൂ. എന്നിട്ട് ഫെബ്രുവരി 30 അല്ല 28 ദിവസമുള്ളൂ ഫെബ്രുവരി. ഇവന്റെ ബർത്ത്ഡേ 30. നല്ലൊരു ആക്ട്രസ് ഉണ്ടെങ്കിൽ നമ്മളെ DM ചെയ്യാ സാലിന അല്ലെങ്കിൽ കാലിന് ആരെന്ന് വെച്ചാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യണായിരിക്കും. ബുദ്ധിയുള്ള ആൾക്കാർ വേണം. ഞാൻ പറയണ ഇവർക്ക് എന്റെ അത്ര കംഫർട്ട് വേറെ ആർക്കും കിട്ടൂല. ഫസ്റ്റ് വന്നപ്പോ കംഫർട്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ കംഫർട്ട് സിഫാൻ ചെയ്യാനൊന്നുമില്ല. കംഫർട്ടസ് ഭയങ്കര കംഫർട്ടാണ് അവർക്ക്. ചിക്കു നല്ലൊരു ആക്ടറിനെ കിട്ടിയ അവരായിട്ട് ഒരു കംഫർട്ട്. ആക്ടറിനാണ്, ആക്ട്രസിന് വേണ്ടി ഇപ്പൊ ഗേ ആണ്.
അപ്പൊ ഗൈസ് നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ ഇത് തീരാറായി. എടുക്കണം. അപ്പൊ ഗൈസ് നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ പഴുതാന കഴിഞ്ഞ നേരെ കുലുക്കിലേക്കാവുന്ന അപ്പൊ അത് കഴിഞ്ഞ് പറഞ്ഞു മൈക്ക് എടുത്തു. എന്താ പറയാനുള്ള നമ്മളെ വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളി കച്ചവടം. സുഹേലും മോനും അതുപോലെ ചിക്കു പിന്നെ നമ്മളെ എല്ലാരും കൂടെ സെറ്റാണ്. അടിപൊളി കച്ചവടം. ബിഫോർ വീഡിയോ പേരെന്താണെന്ന് സാധനം അടി പിടിക്കല് അതല്ല കൊടായിട്ട് അല്ല വീഡിയോ ഇറങ്ങണ വരെയും ഇതിന്റെ പേരെന്താണെന്ന് മാങ്ങാ ജിഞ്ചറാണ് ശരിക്കും ഇതിനറിയപ്പെടുന്ന പേര്. കസ്റ്റമറിനെ കുടം കുലിക്കുന്നതാണ്. ഇപ്പൊ എന്താണ് കൊടക്കാമത്തി കൊടങ്കാമത്തിന്നാണ് കാര്യം. മനസ്സിലായി, ഇത് കുടിച്ചതിനെ കുടം പിടിച്ച് കമത്തുന്നു എല്ലാരും പറയണം. അതുകൊണ്ടാണ് കൊടങ്കാമത്തി എന്ന് പേര് ഇട്ടേക്കണം. ആഹാ എടാ നമ്മുടെ ഒരു ലോങ് ലോകിലെ ആൾക്കാരോട് എന്താ പറയുള്ളത്? അടിപൊളി സാധനമാണ്, നൈസാണ്. അങ്ങോട്ട് മാറി പറഞ്ഞോ. നൈസാണ്. അളപ്പൂന്റെ അനാഫ്ഖാന്റെ കുളങ്ങമത്തിയല്ല കുളങ്കലക്കി. അതാണ് സംഭവം. എല്ലാരും ടേസ്റ്റ് ചെയ്യണം, എല്ലാരും അഭിപ്രായം പറയണം. ഓക്കെ, അപ്പൊ ഈ ബ്ലോഗ് കൂടെ സെൻഡ് ചെയ്യാനാണ്. അപ്പൊ മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാ. 1K സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ ആ കടന്റെ ഷോപ്പ് ലൊക്കേഷൻ പറഞ്ഞത് മമ്മൂണിക്കാന്റെ ചായക്കടന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇസ്മുഖാന്റെ നമ്മുടെ മുൻ കൗൺസിലർ ഇസ്മുഖ. ഇസ്മുഖ നമ്മളെ വ്ലോഗിലാണ്. ഒരു 2 വാക്ക് നമ്മളെ വീഡിയോസ് കാണാറുണ്ടോ? പിന്നെ നിങ്ങളെ വീഡിയോസ് എനിക്ക് തോന്നുന്നത് കേരളം മുഴുവനും വളരെ ആളുകളെ ആകർഷിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ഒരു ഈ സംഭവം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കേരളത്തിൽ മൊത്തം ആൾക്കാർ ഇവിടെ എത്തണമെന്നാണ് ന്യൂസ്. മമ്മൂഞ്ഞിക്കാരന്റെ കണ്ണു മുമ്പിൽ നടക്കുന്ന ഈ സംഭവം വളരെ ഫേമസ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പൊ ഇനി മമ്മൂനിക്കാനോട് അങ്ങനെ ആവട്ടെ. നമ്മൾ നോക്കുമ്പോ അതിനൊരു കിഡിലൊരു വീഡിയോ മമ്മൂനിക്കാനോടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാ. അടുത്ത വീഡിയോ ബൈ.